ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. കണ്ടില്ലേ, ഒരു കെറ്റിലായിട്ടാണ് എന്നും വന്നിക്കണത്. അപ്പോൾ എന്നും ഒരു കെറ്റിൽ തന്നെ നിങ്ങൾ ആരും വിചാരിച്ചാൽ നിൽക്കണ്ട. അപ്പോൾ ഓരോ വ്യത്യസ്ത രീതിയിൽ ഓരോ റെസിപ്പി അല്ലേ നിങ്ങൾക്ക് കാണിച്ചു തരണേ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടു കുത്തർന്നാൽ പോരെ. നമ്മൾ കണ്ടില്ല, നിങ്ങൾ ഓരോ പരീക്ഷണത്തിന് വിധേയമായി ഇങ്ങനെ ഓരോ ദിവസത്തിൽ ഇങ്ങനെ വരുന്ന കണ്ടില്ല നിങ്ങൾ. ഇന്നിപ്പോൾ ഞാൻ വന്നിക്കണത് ഒരു പാക്കറ്റ് പാലുമായിട്ടാണ്. അപ്പോൾ പാല് നാടൻ പാലാണ് കേട്ടോ. ഇതേത് പാലുമാണെങ്കിലും നമുക്ക് എടുക്കാം. ഞാൻ ഇവിടെ നാടൻ പാലാണ് എടുത്ത്. ഇത് പാക്കറ്റാണ് പൊട്ടിച്ച് കാണേണ്ട ഒരു പാത്രത്തേക്ക് നല്ല പച്ചവെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, കുറച്ച് പച്ചവെള്ളം. അപ്പോൾ ഞാൻ എന്തിനാ വെച്ചാൽ ഇത് എടുക്കണോ വെച്ചാൽ കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയിക്കണ്. അപ്പോൾ സ്കൂളിട്ട് വരുമ്പോൾ ഓൾക്ക് ബൂസ്റ്റോ ഹോർലിക്സോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കലക്കാൻ വിചാരിച്ചാണ് കേട്ടോ വന്നിക്കണേ. അപ്പോൾ പച്ചവെള്ളത്തേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ല നിങ്ങൾ, ഒഴിച്ചു കൊടുക്കണ കോലം ഇതേപോലെ ഒഴിച്ചു കൊടുത്താൽ കേട്ടോ. അപ്പോൾ ഒഴിച്ചു കൊടുത്തുകാണ് നമ്മൾ ഞെത്ത കാട്ടേണ്ടി വെച്ചാൽ നമ്മൾ ആ കെറ്റിലിനെ മുന്നിക്കട് കൊണ്ടുവരിക. ഇതുപോലെ പാലൊക്കെ ഓല അരിച്ചുകാണ്ട് നമുക്ക് തരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു 150 അരിച്ചാൽ നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാനിവിടെ അരിച്ചാത്തത്. കണ്ടില്ല നിങ്ങൾ, ഇതേപോലെ കെറ്റിൽ മുന്നിക്കാണ് കൊണ്ടുവന്നുകാണ്ട് ഈ കെറ്റിലേക്ക് ഇതാണ് പാർന്ന് കൊടുത്താളി കേട്ടോ. ഈ പാല് ഞാൻ ഈ പാലിനെ പോലെ നിങ്ങൾ ചെയ്തോളി. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. ഈ കോലത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, കാരണം വീഡിയോ അവിടെയുംപടി കണ്ടുകാണ്ട് നിങ്ങൾ കറണ്ട് പിടിച്ചുകാണ്ട് എന്തേ പറ്റിയിട്ട് നമ്മളോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ നല്ലോണം കരുതിക്കാളി. നമ്മൾ നല്ലോണം കരുതിക്കാണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കണത്. കണ്ടില്ല നിങ്ങൾ, ഇനി കെറ്റിലാണ്ട് അടച്ചു വെച്ചു. ഇപ്പം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായില്ല ഞാൻ എത്താണ് കെറ്റിലേക്ക് പാർന്നത് എന്ന്. ഇനി അതിലൊരു സംശയമൊന്നും നിൽക്കണ്ട. കണ്ടില്ല നിങ്ങൾ, ഞാൻ പാൽ തന്നെയാണ് പറഞ്ഞത്. ഇനി യാതൊരു സംശയവും ഇല്ല, ഇങ്ങൾക്കുമില്ല നമ്മൾക്കുമില്ല. ആ കോലത്തിൽ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. കണ്ടില്ലേ, ഇനി ഇതിൻ്റെ അടിയൊക്കെ നല്ലോണം തോത്തിക്കാളിട്ടോ. ഇതിന്മേലൊക്കെ അടിയിലൊക്കെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ കറണ്ട് അടിച്ച് അപ്പം തന്നെയാണ് പണിയെ തീരുന്നയാളെ. അതുകൊണ്ടാണ് അങ്ങനെ കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. കണ്ടില്ലേ, ഈ കോലത്തിലൊക്കെ തുടച്ചാൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകുമ്പോഴാണ്, വെള്ളത്തിൽ കൂടെയാണ് പെട്ടെന്ന് കറണ്ട് കയറട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ അയിമക്കടെ വെച്ച് കൊടുത്ത് കാണി നമ്മളെത്താ കാട്ടണം നോക്കിയാണ് നിങ്ങൾക്ക് ഇനിയും കാട്ടിത്തര തന്നെയാണ്. പാൽ തന്നെയാണ്, പാല് കണ്ടില്ലേ. ഇനി നമ്മളെന്താ കാട്ടണം നിങ്ങൾ നോക്കിക്കോളി. നമ്മൾ സ്വിച്ച് ഓൺ ആക്കാൻ പോവാണ് കേട്ടോ. അതിന് അവിടെ ഉള്ള വയറും കുന്ത്രാണ്ടങ്ങളും ചാർജറൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെയാണ് വലിച്ചിട്ട് കാണി നമ്മൾ ഇനി നേരെ കെറ്റിലിൻ്റെ സ്വിച്ചോടെ കുത്താൻ പോവാണ്. കുത്തിയിട്ട് പിന്നെ ഇവിടെ ഒരു സ്വിച്ച് കൊണ്ട് ഓണാക്കി കൊടുത്താൽ നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടോ. ഇനി കണ്ടില്ല നിങ്ങൾ, ഞാൻ പാല് തിളപ്പിച്ചാൽ പോകണം. നിങ്ങൾ നല്ലോണം ശരിക്ക് കണ്ടോളി നമ്മളെത്താ കാട്ടണമെന്ന്. അതന്നെ നമുക്കൊരു 150 പറയാമല്ലോ കേട്ടോ. കാരണം നിങ്ങൾ ശരിക്ക് വീഡിയോ കണ്ടിട്ടാണ് ചെയ്താൽ മതി ഈ കോലത്തിലൊക്കെ. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, നല്ല ഉപകാരപ്രദമായ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ട് ഇനി ആരും പറയരുത് കേട്ടോ നമ്മളിത് കണ്ടില്ല കേട്ടില്ല മുഴുവൻ കണ്ടില്ല എന്നൊന്നും പറയാൻ നിൽക്കണ്ട. ആ കോലത്തിൽ നിങ്ങൾക്ക് വിശദ വിവരങ്ങളാണ് നമ്മളിതിൽ കാണിച്ചു തന്നത്. കണ്ടില്ല നിങ്ങൾ, ഇപ്പോൾ കെറ്റിലൊക്കെ നല്ലോണം ചൂടായിക്കണം കേട്ടോ. ഇനി നല്ലോണം ചൂടായി കഴിഞ്ഞാൽ നമ്മളെത്താ കാട്ടേണ്ടത് വെച്ചാൽ മൂടി തുറന്നൊക്കെ കേട്ടോ. പാല് നമുക്ക് തിളക്കണേ നമുക്ക് ശരിക്കാണ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൂടി തുറന്നെച്ചെങ്കിലല്ലേ നമുക്ക് പാല് തിളക്കണ കാണുള്ളൂ. അല്ലാതെ മൂടി അടച്ചാൽ അങ്ങനെ പാല് തിളക്കണ കാണുക. അപ്പോൾ നിങ്ങൾ തുറന്നേച്ചോളി. പാല് തിളക്കണ വരെ ഇങ്ങനെ തുറന്നേച്ചാളി കേട്ടോ. ഫസ്റ്റ് ഇങ്ങനെ കുറച്ച് നേരം ചൂടാകുവോളം നമ്മളൊന്നും ചെയ്യേണ്ട കേട്ടോ. നമ്മൾ അടച്ചാൽ മതി. നമ്മൾ അതിൻ്റെ അടുത്തുനിന്ന് പോകരുത് കേട്ടോ. ഇത് പാലാണ്, ചായക്ക് വെള്ളം വെക്കല്ലേ ഞങ്ങളെ. പാലാവുമ്പോൾ അതിൻ്റെ മുമ്പ് നിന്നാണ് പോയാണ്ടല്ലോ ആകെപ്പാടെ പണിയാവും കേട്ടോ. അതിമന്ന് പാലൊക്കെ തിളച്ച് ചിന്തിയിട്ട് ആദ്യമേ കൂടെ ഇതൊക്കെ ചിന്തിയിട്ടേ ആകെ കിട്ട ഇരപ്പാവും ചോദിച്ചു. നമുക്ക് പിന്നെ പാലെടുക്കാനുള്ള ജീവൻ ഉണ്ടാവില്ല കേട്ടോ. അതോടുകൂടി തീർന്നിട്ടുണ്ടാവും നമ്മളെ ഇതൊക്കെ. അപ്പോൾ നമ്മൾ അതൊക്കെ നല്ലോണം കരുതിക്കാണ്ട് ഇതേപോലെയൊക്കെ ചെയ്താൽ അപ്പോൾ ഇപ്പോൾ പാല് തിളക്കൂട്ടോ. ഒരു 2 മിനിറ്റോട് പാല് തിളക്കണം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ അവിടെയും ഇവിടെയും വെട്ടാനും കുത്താനും തിരുത്താനൊന്നും നമ്മൾ പോയിട്ടില്ല. കാരണം നമ്മൾ ഇതൊക്കെ കറക്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ കുറേ വീഡിയോ സ്പീഡ് കൂട്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തോ എന്തെങ്കിലും ഒന്ന് കാട്ടി കൂട്ടിയിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ ശരിക്കും ആ മട്ടത്തിലാണ്ട് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇവിടെയൊക്കെ വീഡിയോ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത്. അല്ലാതെ ഇവിടെയൊക്കെ സ്പീഡ് കൂട്ടിയാൽ മതി. അത് വേണ്ട. നിങ്ങൾക്ക് ബോറടിച്ചാലും വേണ്ടില്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഞങ്ങളെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ കയറിയെന്ന്. അപ്പോൾ അപ്പോൾ പാല് തിളക്കും. ഞാൻ 1 മിനിറ്റ് മുണ്ടാതൊക്കെയെന്ന് വിചാരിച്ചാൽ നടക്കൂല ഞങ്ങളെ. കജ്ജണില്ലാതെയല്ലോ. നോക്കിയാൾ നിങ്ങൾ ഇനി തിളക്കണ കണ്ടോളി. ഇപ്പം തിളക്കൂട്ടോ. അപ്പോൾ പാലൊക്കെ നല്ലോണം ചൂടായിക്കണ്. ഇപ്പോൾ നിങ്ങൾ ആ പാല് തിളക്കുമ്പോഴത്തിന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് അവിടെ ഓൾ അറിഞ്ഞൊരു ഓപ്ഷനും കൂടി നിൽക്കിക്കാണ്ട് അതും കൂടിയാണ് ചെയ്തേച്ചാണ്. അപ്പോൾ അതിന് പാല് തിളച്ചോളും. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം ഒത്തൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും നന്ദിയൊക്കെ ഉണ്ട്. ഓല് ഇതുവരെ കണ്ടിണല്ലോ. കുറേ വീഡിയോകൾ എൻ്റെ മുഴുവനായിട്ട് കണ്ട കുറേ ആളുകളുണ്ടാവും. അവർക്ക് നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നന്ദിയുണ്ട്. കമൻറ്റ് ഇട്ടവർക്കൊക്കെ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് പാല് തിളച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് പറയുന്നത്. കണ്ടില്ല നിങ്ങൾ, പാലാണ് തിളച്ചോട്ടെ.
നിങ്ങൾ കണ്ടില്ലേ ചൂടായി വരുന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റണില്ലേ? ചൂടായി കണ്ട് ഇങ്ങനെ പുക വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണേ. പുകയല്ല, നീരാവിയ എത്ര ഒരു കുന്ത്രാണ്ടം വരുന്നുണ്ട്. ഏതായാലും കണ്ടില്ല നിങ്ങൾ ഈ കോലത്തിലൊക്കെയാണ് പാല് തിളപ്പിച്ചേണ്ടത്. അപ്പം ഇനി മെല്ലെ ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങും കേട്ടോ. അവിടെയൊക്കെ എത്തുമ്പോഴത്തിന് പാലൊക്കെ നല്ലോണം ചൂടായിക്കണ്. അപ്പോൾ ഇങ്ങനെ പൊങ്ങാൻ വരും. അപ്പോൾ ഞാൻ സ്വിച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഒന്നാട് തുള്ളിയാൽ മതി. ഇയാളെ അവിടെ ഓഫാക്കാൻ നമുക്ക് കണ്ടില്ലേ തുള്ളാൻ തുടങ്ങിയിരിക്കണ്. ഇതേപോലെയാണ് തുള്ളിയാൽ പിന്നെ ഇങ്ങനെ ഓവർ തുള്ളിച്ചാൽ നിൽക്കണ്ട. അപ്പോൾ ഓവറാണ് തുള്ളിച്ചാൽ ഇളൊക്കെ പാടെ മേലെ കൂടെ ചിന്തിയാണ്ട് ആകെ കൗന്നടന്നുകാണ്ട് അതിൻ്റെ ദിമ്മ കൂടെ കമ്പിമ്മ കൂടെ ഉണ്ടായാൽ പിന്നെ കെറ്റിലെത്തും പറ്റൂല, നമുക്ക് ജീവൻ ഉണ്ടാവില്ല. അത്രയൊക്കെ തന്നെ പറയല്ലേ. ഈ സമയമാകുമ്പോൾ ഓഫാക്കിയാണ്ട് അതിമെന്ന് ആ ദിമ്മന്നാട് പൊന്തിച്ചാണ് പിടിച്ചുകാണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ല നിങ്ങൾ പാല് നല്ല രീതിക്ക് തന്നെ തിളച്ച് വന്നിക്കണ്. ഇനി നമ്മൾ ഇതാണ്ട് അടച്ചേക്കാൻ പോവാണ്. കണ്ടില്ലേ പാല് ആദ്യം കൂടെ ഒക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിന്. അപ്പോൾ അതിന് ഞാൻ മെല്ലെ പൊക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്വിച്ചൊക്കെ ഓഫാക്കിന് ഞാൻ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കരുതിയാൽ നമുക്കിതിൽ പാലല്ല ചാറ് ചോറ് ഒക്കെ ഉണ്ടാക്കാൻ കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ നല്ലോണം കരുതണം. ഏതൊരു സാധനമാണെങ്കിലും നമ്മൾ കരുതണം. കണ്ടില്ല നിങ്ങൾ ഞാൻ പറഞ്ഞ സ്കൂൾ കുട്ടികളാക്കണ വരുന്നത് ഓരോരുത്തർ വരുന്നത് മറ്റവനാക്കണ ബിസ്ക്കറ്റും പാക്കറ്റൊക്കെയാണ് കൊണ്ടുവന്നിക്കണത്. കണ്ടില്ലേ സലാം പറഞ്ഞ് വരികയാണ് ആ കുട്ടിയെ. കണ്ടില്ലേ നല്ല കുട്ടിയാണ്. കണ്ടില്ലേ ബിസ്ക്കറ്റും പാക്കറ്റൊക്കെ ആയിട്ട് വരികയാണ് സലാം പറയണം. അപ്പോൾ ഞാൻ വലൈക്കും അസ്സലാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ അവിടെയൊക്കെ കട്ടാക്കിയത് എത്തായാലും ഏതായാലും നോക്കിയോളൂ നിങ്ങൾ. ഇനി നമ്മൾ ബൂസ്റ്റ് പൊട്ടിച്ച് കാണ്ട് തീ കൊഴിച്ചാൽ നിൽക്കുകയാണ്. അപ്പോൾ പാൽ അതാ ബൂസ്റ്റിൻ്റെ കവറാണല്ലോ പൈക്കിട്ട്. കണ്ടില്ല നിങ്ങൾ ഇതേപോലെ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് 2 എണ്ണം പൊട്ടിച്ചാലേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഇയാളെ കുറുന്നനല്ല വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ 2 എണ്ണം പൊട്ടിച്ചാണ് കേട്ടോ. ഒന്നുകൂടി നമുക്ക് കാര്യമല്ല. കണ്ടില്ല നിങ്ങൾ ഇതേപോലെ കാട്ടിക്കാണ് നമ്മൾ ആ ചൂട് പാല് നല്ല ചൂടിലാണ് കേട്ടോ. അപ്പോൾ പാല് നിൽക്കണേ. ഇനി കുറച്ച് പഞ്ചാര ഇട്ട് കൊടുത്താളിട്ടോ. മധുരമല്ലെങ്കിൽ ആർക്കപ്പോൾ ഈ ബൂസ്റ്റൊക്കെ വേണ്ടി വരാം. അപ്പോൾ അത്യാവശ്യം നല്ലോണം പഞ്ചാര ഇട്ടോളി. ഇങ്ങനെ പഞ്ചാര ഇട്ട് കണ്ട് ഈ പാല് തീക്കാണ്ട് ഒഴിച്ചെടുത്താളി കേട്ടോ. ഇതേപോലെ ഒഴിച്ചെടുത്താളി. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ലൈക്ക് ബട്ടൺ വന്നിക്കണേ. ആ ലൈക്കും കൂടി ക്ലിക്ക് ചെയ്തിട്ട് പാലാണ്ട് തീക്ക് ഒഴിച്ചാളി. നല്ല മട്ടത്തിലാണ് കലക്കിയെടുത്താളി. അത്രയൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളോടെന്താ പറയാമല്ലോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണിത്. ഉറപ്പായിട്ടും ഉപകാരമാണ് കേട്ടോ. നമ്മൾ മലപ്പുറം ജില്ല വിട്ട് കൊടൈക്കനാലോ ഊട്ടിക്കോ മൈസൂർക്കോ എവിടേക്കാച്ചാൽ പോണേച്ചാൽ ഒക്കെ നിങ്ങൾ പോയിക്കോളി. പോണതിനൊന്നും കുഴപ്പമില്ല തന്നെയാളെ. അപ്പോൾ നമുക്ക് ഈ ഗ്യാസ് അടുപ്പും കുറ്റിയൊക്കെ പാടെ തോളിലേറ്റിക്കാണ്ട് നമുക്ക് പോകാൻ പറ്റുമോ? നമുക്കിപ്പോൾ പോകാൻ പറ്റുമോ? ഈ കെറ്റിലൊക്കെ പിടിച്ച് കാണ്ടല്ലോ ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതാകുമ്പോൾ ബാഗിലിട്ടാലറ്റേ ആരും കാണൂല, ആരും അറിയില്ല. അവിടെ ചെന്ന് കാണും സ്വിച്ച് ഇട്ടാലും ആരും അറിയില്ല. നമുക്ക് കറണ്ട് ബില്ലും വരില്ല. നമ്മളെ തടിമക്ക് പിടിച്ചാത്തൊരു കേസാട്ടോ അത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കണം എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. കാരണം കറണ്ട് ബില്ല് എന്നാൽ നമ്മളെ മേത്തേക്ക് എടുക്കരുത് തന്നെയാളെ. കാരണം ഇലക്ട്രിക്കിൻ്റെ കെറ്റിലല്ലേ, അപ്പോൾ കറണ്ട് ബില്ല് വരും എന്നൊക്കെ നമുക്ക് തന്നെ അറിയാം. അപ്പോൾ നമ്മൾ കുടുങ്ങണ സമയത്ത് ഗ്യാസ് തീരുന്ന സമയത്ത് അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. കാരണം പെട്ടെന്ന് ഗ്യാസ് തീർന്നു പോയാൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ മേപ്പെട്ടും കീപ്പെട്ടും ഇങ്ങനെ ആലോചിച്ചാൽ നിൽക്കണ്ട. ഇതുപോലെയൊക്കെ ചെയ്തടിച്ചാൽ പെട്ടെന്നുള്ള രക്ഷപ്പെടലൊക്കെ നമുക്ക് പെടാമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ല നിങ്ങൾ നല്ല അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ടൂറ് പോയാലൊക്കെ അവിടെ ഇപ്പോൾ ഒരു ദിവസത്തിലുള്ള ബില്ലൊന്നും ഇപ്പോൾ നമ്മൾ അടക്കേണ്ടി വരില്ലല്ലോ. അപ്പോൾ എവിടേക്കെങ്കിലുമൊക്കെ ടൂറ് പോയി നമ്മൾ റൂമൊക്കെ എടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അപ്പോൾ ഒരു ദിവസത്തിലുള്ള ബില്ലൊന്നും നമ്മൾ അടുത്തുനിന്ന് ഒരു മാങ്ങലുണ്ടാവില്ല. അപ്പോൾ നമ്മളെ വയറും കേടാവില്ല. നല്ല ശുദ്ധമായ രീതിക്കുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. കാരണം ഞാനും മുട്ട പുഴുങ്ങിയെടുക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്, നേന്ത്രപ്പഴം പുഴുങ്ങിയെടുക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്, കഞ്ഞി ഉണ്ടാക്കണ ചോറുണ്ടാക്കണമൊക്കെ ഞാൻ ഈ വീഡിയോ എടുത്ത് വിട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടുനോക്കി. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് ഇവിടെ ചൂടാറ്റിയാണ് കൊടുക്കുകയാണ് കേട്ടോ. പാലിങ്ങനെ ചൂടാറ്റിയാണ് കുട്ടികൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വിഭാഗം ചൂടാറ്റിയത്, ഒരു വിഭാഗം ചൂടാറ്റാത്തത്, അപ്പോൾ പല മോഡലിൽ കൊടുക്കുകയാണ്. അപ്പോൾ ചൂടാറ്റി അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണില്ലേ? ബൂസ്റ്റിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയൊക്കെ അടിപിടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ക്ലാസ്സുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഞാൻ അവിടെ നിന്ന് വോയിസ് കട്ടാക്കിയില്ല. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ കൊടുക്കുമ്പോൾ സ്റ്റീൽ ഗ്ലാസ്സിൽ കൊടുക്കട്ടെ. അഥവാ അങ്ങനെ പൊട്ടുന്ന ഗ്ലാസ് കൊടുത്താൽ അത് പൊട്ടിച്ചാൽ പിന്നെ നമ്മൾ തന്നെ വജ്ജും കൊജ്ജും ആക്കണ്ട. അപ്പോൾ ഞാനും എല്ലാവർക്കും സ്റ്റീൽ ഗ്ലാസ്സാണ് എടുക്കല. വലിയവർക്കും കുട്ടികൾക്കൊക്കെ സ്റ്റീൽ ഗ്ലാസ്സാണ് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ കുട്ടികൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കുകയാണ് കേട്ടോ. 4 പാക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു പാക്കറ്റിൽ അപ്പോൾ 2 പാക്കറ്റ് എടുത്ത് കുട്ടികൾക്ക് കൊടുക്കുകയാണ്. അതിന് 2 പാക്കറ്റ് എടുത്ത് കൊടുത്തിക്കണ്. അപ്പോൾ ഇനി അയിമ പുടിമ്പലിക്കൊന്നും പോകാൻ നിൽക്കണ്ട. കുട്ടികൾക്ക് ചില സമയത്ത് നമ്മൾ കുറച്ചൊക്കെ കുറഞ്ഞു കൊടുക്കേണ്ടി വരും. ആളെ അത് കണ്ടറിഞ്ഞ് ഞാനത് കുറഞ്ഞു കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കുറഞ്ഞു കൊടുക്കുമ്പോൾ അതിറ്റ് ആ ബിസ്ക്കറ്റിൻ്റെ മുഴുവൻ തിന്നലും ഉണ്ടാവില്ല. നമുക്കല്ല തിരിച്ചു തരും. അപ്പോൾ നമ്മൾ മെല്ലെ ഒരു ഉറയിലിട്ട് നമ്മൾ പാത്തച്ചാൽ മതി. പിറ്റേന്നും കൊടുക്കാമല്ലോ.
നമ്മൾ കൊടുക്കപ്പോൾ ആയിണത്. കാരണം ഇവലെ നമ്മൾ വെറുതെ തിരക്കൂടിയാണ്ട് ഓലോട് തല്ലുണ്ടാക്കിയിട്ട് ഇപ്പം നമുക്ക് കിട്ടണേ കുറച്ചവിടെ കുറഞ്ഞു കൊടുത്താൽ നമ്മൾക്ക് ഇങ്ങോട്ട് തരും കേട്ടോ. ഓനവിടെ ഒരു വെച്ചാൽ യാതൊരു കച്ചറി അവിടെ ഉണ്ടാവില്ല. കണ്ടല്ലോ എല്ലാവർക്കും ഒരു വെച്ച് എല്ലാവരും എടുക്കാനൊക്കെ അയക്കുന്നുണ്ട്. അതോ നമ്മൾ അഥവാലെങ്ങാനും ഒരു വാസിക്കോ എന്താ തരൂല എന്തെങ്കിലും പറയാൻ പോയാൽ പിന്നെ അതുകൊണ്ട് തന്നെ ഇടങ്ങാറാലേക്കാരം നമ്മൾ. കണ്ടില്ലേ, ഇനി ആ പാത്രത്തോടൊക്കെ എനിക്കിപ്പോൾ തരും കേട്ടോ. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യാതെ കാണുന്ന പൊന്നു കൂട്ടുകാരെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പൊന്നു കൂട്ടുകാരെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കൂ. എന്നിട്ട് അവരും ഇതുപോലുള്ള ബിസ്ക്കറ്റല്ല കേട്ടോ, എന്താ പറയുക, ബൂസ്റ്റൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ. ഒരുത്തം കണ്ടില്ല നിങ്ങൾ TV കണ്ട് കണ്ടൊക്കെയാണ് കഴിക്കണേ. അപ്പോൾ നിങ്ങൾ ഇത്രയൊക്കെ തന്നെ നമുക്ക് പറയുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ കയ്യും കാലൊക്കെ കഴുകി വൃത്തിയായിട്ട്